ഹായ്, ഇന്ന് നമ്മൾ സെക്കൻഡ് ഡേ ആണ്. നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തിരിക്കുന്നത് നിങ്ങളെല്ലാവരും ചെയ്തിട്ടുണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു. അതിൻ്റെ ഇൻറ്റൻസിറ്റി കൂട്ടിയിട്ട് നെക്സ്റ്റ് ഡേ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും. അപ്പം ഇതാണ് നമ്മുടെ 2 ദിവസത്തെ. ഇനി അടുത്ത ദിവസം നിങ്ങൾ എങ്ങനെ അടുത്ത വർക്കൗട്ട് ആണ്, അതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ ക്ലാസ്സിൽ എന്താണ്, ജമ്പിങ് ജാക്സ് ആണ് ചെയ്തത്. ഈ ജമ്പിങ് ജാക്സിന്റെ മറ്റൊരു വേരിയേഷനാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. കയ്യിൽ ചെറിയ 2 എന്തെങ്കിലും ഒരു വെയിറ്റ് എടുക്കുക. ഇൻ കേസ് നിങ്ങളുടെ കയ്യിൽ വീട്ടിൽ ഡംബലില്ല, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വാട്ടർ ബോട്ടിൽ, ഒരു 1 ലിറ്ററിൻ്റെ വാട്ടർ ബോട്ടിലോ അല്ലെങ്കിൽ 500 ml വാട്ടർ ബോട്ടിലോ വെള്ളം നിറയ്ക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മണലോ വാട്ടർ എന്താണോ കിട്ടുന്നത് അത് നിറച്ചിട്ട് ചെറിയൊരു വെയിറ്റ് ഉണ്ടാക്കുക, ഹോൾഡ് ചെയ്യാം. നമ്മൾ ജമ്പിങ് ജാക്സ് ചെയ്ത സെയിം മൂവ്മെന്റ് എങ്ങനെ ജമ്പ് ചെയ്യും? 1 2 3 4 5 6 7 8. ഇതാണ് നമ്മുടെ ഫസ്റ്റ് വർക്കൗട്ട് വരുന്നത്. സെക്കൻഡ് വർക്കൗട്ട് ബോർഡ്. ഇപ്പൊ നമ്മൾ ജമ്പ് ചെയ്തു, സെയിം മൂവ്മെന്റ്, പക്ഷെ ഇതാണ് നമ്മൾ ചെയ്യുന്നത് ബോർഡ് വെച്ചത്. സെക്കൻഡ് വർക്കൗട്ട്. ഇതിൽ ഞാനൊരു കാര്യം നിങ്ങളോട് പറയാൻ വിട്ടുപോയി. കഴിഞ്ഞ ക്ലാസ്സിൽ ഇത് ആക്ച്വലി ഞാൻ ഈ ഒരു സീരീസ് തുടങ്ങിയിരിക്കുന്നത് എൻ്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പിലുള്ള ക്ലയൻസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൽ ഞാൻ അവർക്ക് കൃത്യം കൗണ്ട് കാര്യങ്ങളെല്ലാം കൊടുക്കാറുണ്ട്. അപ്പോൾ ഇത്തവണ നിങ്ങൾക്ക് എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അതിൽ എത്ര സെറ്റ് വേണം എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽസും വർക്കൗട്ട് നെയിമും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചെക്കൗട്ട് ചെയ്യും. അടുത്തത് ലഞ്ചസ്. ലഞ്ചസ് എങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ, ഷോൾഡർ ഡിസ്റ്റൻസിൽ സ്റ്റാൻഡ് ചെയ്യും, ഇതേ ഡിസ്റ്റൻസിൽ കാരണം ബാക്കോട്ട് വെക്കും. ഷോൾഡർ ഡിസ്റ്റൻസ് ഇതേ ഡിസ്റ്റൻസിൽ ഞാൻ ലെഗിനെ ബാക്കോട്ട് വെക്കുന്നു. ബാക്കിലെ ലെഗിന്റെ ഹീൽ അപ്പായിരിക്കും. നമ്മൾ ഇരിക്കുന്ന സമയത്ത് ബാക്കിൽ വെച്ചിരിക്കുന്ന ലെഗാണ് താഴത്തേക്ക് പുഷ് ചെയ്യുക. ഈ ലെഗ് ആംഗിൾ ഒരു 90 ഡിഗ്രി, ബോഡി വെയിറ്റ് ഫോർവേഡ്. ഇരിക്കുമ്പോൾ ബ്രീത്ത് ഇൻ, എഴുന്നേൽക്കുമ്പോൾ ബ്രീത്ത് ഔട്ട്. നിങ്ങൾക്ക് ബാലൻസ് കിട്ടാൻ വേണ്ടിയിട്ട് എവിടേക്കാണോ നിങ്ങൾ ഹെഡ് സ്ട്രൈറ്റ് ആയിട്ട് നോക്കുന്നത് ആ സെയിം പോയിന്റ് ഒന്ന് കണ്ണെടുക്കുക. അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് ബാലൻസ് കിട്ടും. ഇതാണ് നമ്മുടെ തേർഡ് വർക്കൗട്ട്, ലഞ്ചസ്. 2 കാലും മാറി മാറി ചെയ്യാം. ഒരു കാലിൽ നിങ്ങൾ 10 കൗണ്ട് ചെയ്തു, അടുത്ത കാലിൽ 10 കൗണ്ട് ചെയ്താൽ അതൊരു സെറ്റ്. അങ്ങനത്തെ സെറ്റുകളുടെ എണ്ണമാണ് ഞാൻ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നത്. അടുത്ത വർക്കൗട്ട് എന്ന് പറയുന്നത് ഷട്ടിൽ വർക്ക്. ഇപ്പം ഒരു 6 മീറ്റർ അല്ലെങ്കിൽ 7 മീറ്റർ ഗ്യാപ്പിൽ 2 പോയിന്റുകൾ നിങ്ങൾ വെക്കും. ഇപ്പൊ ഞാനൊരു ചെറിയൊരു ഗ്യാപ്പിൽ ഞാൻ വെച്ചു. നിങ്ങൾ അവിടെ ചെയ്യുന്ന സമയത്ത് ഒരു 5-6 മീറ്റർ ഗ്യാപ്പിൽ 2 പോയിന്റുകൾ വെക്കുന്നു. 1 മിനിറ്റിനുള്ളിൽ എത്ര തവണ നിങ്ങൾ റൺ ചെയ്യുന്നു അതാണ് നമ്മുടെ ടാർഗറ്റ്. 1 മിനിറ്റിനുള്ളിൽ എത്ര തവണ നിങ്ങൾ റൺ ചെയ്യുന്നു. ഇപ്പൊ ഞാൻ നിങ്ങളുടെ ടൈമർ വെക്കുന്നു 1 മിനിറ്റ്. ഏകദേശം നിങ്ങൾക്ക് ഒരു 6 മീറ്റർ ആണ് നിങ്ങൾ റൺ ചെയ്യുന്നത്, അല്ലെങ്കിൽ 5 മീറ്ററിൻ്റെതാണ് ടച്ച് ആൻഡ് ബാക്ക്. ഏത് പോയിന്റിൽ സ്റ്റാർട്ട് ചെയ്യുന്നു ആ പോയിന്റിൽ തിരിച്ചു വന്നാൽ 1. അത് ഐ തിങ്ക് ഒരു 15 കൗണ്ട് എല്ലാവർക്കും ഫിനിഷ് ചെയ്യാൻ പറ്റണം. അതാണ് ഗുഡ് എന്ന കാറ്റഗറി. അതായത് ആവറേജ് കാറ്റഗറി എന്ന് പറയുന്നത് ഈ ഒരു ഡിസ്റ്റൻസിൽ നിങ്ങൾക്ക് എവിടെ നിന്ന് തുടങ്ങിയോ അവിടെ വന്നിട്ട് തിരിച്ചെത്തിക്കഴിഞ്ഞാൽ 1. അങ്ങനെ 15 എണ്ണം 1 മിനിറ്റിൽ പോകാൻ പറ്റണം. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഇതിനെ ഇമ്പ്രൂവ് ചെയ്യണം. ഓരോ തവണയും ഈ ഒരു ടൈമിൽ ഇത്ര കൗണ്ട് നിങ്ങൾക്ക് എത്തുന്നുണ്ടോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ എത്തുന്നുണ്ടോ എന്നുള്ളതാണ് നിങ്ങളുടെ ഇമ്പ്രൂവ്മെന്റ്. റൺ ചെയ്യുന്ന സമയത്ത് സൈഡ് വൈസ് ആയിരിക്കണം റൺ ചെയ്യേണ്ടത്. ഈ ഒരു സ്റ്റെപ്പ് അപ്പൊ എങ്ങനെ റൺ ചെയ്യാം? 1 2. ഇത്തരത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? 4ാമത്തെ വർക്കൗട്ട് കംപ്ലീറ്റ് ചെയ്യുന്നു. ഇതിനെ പറയുന്ന പേര് ഷട്ടിൽ റൺ. നമ്മുടെ 5th വർക്കൗട്ട് എന്ന് പറയുന്നത് കയ്യിൽ നേരത്തെ ചെയ്ത മാതിരി ഡംബൽ എടുക്കുന്നു, സ്ക്വാട്ട് പ്ലസ് പ്രസ്. സ്ക്വാട്ട് ചെയ്യുന്നു, എഴുന്നേൽക്കുന്നു,
പ്രസ് ചെയ്യുന്നു, സ്ക്വാട്ട് ചെയ്യുന്നു, എഴുന്നേൽക്കുന്നു, പ്രസ് ചെയ്യുന്നു. ഓക്കെ, സ്ക്വാട്ട് ചെയ്യുന്നു, എഴുന്നേൽക്കുന്നു, പ്രസ് ചെയ്യുന്നു. സ്ക്വാട്ട് ചെയ്യുന്ന സമയത്ത് അപ്പർ ബോഡി വെയിറ്റ് ഫോർവേഡ്, ലോവർ ബോഡി വെയിറ്റ് ബാക്ക്വേർഡ് ആൻഡ് ബ്രീത്ത് ഔട്ട് ചെയ്തിട്ട് വേണം പ്രസ് ചെയ്യാൻ. ഇരിക്കുന്ന സമയത്ത് ബ്രീത്തിങ്, ഇത് രണ്ടും കൂടെ നമ്മൾ കമ്പൈൻ ചെയ്തിട്ടാണ് ചെയ്യുക. ഇരിക്കുമ്പോൾ ബ്രീത്തിങ്, എഴുന്നേൽക്കുമ്പോൾ ബ്രീത്ത് ഔട്ട്, ഇരിക്കുമ്പോൾ ബ്രീത്തിങ്, എഴുന്നേൽക്കുമ്പോൾ ബ്രീത്ത് ഔട്ട്. ഇങ്ങനെ 5 വർക്കൗട്ടുകൾ നിങ്ങൾ എന്ത് ചെയ്യുക. അതിനുശേഷം 6ാമത്തെ വർക്കൗട്ട് എന്ന് പറയുന്നത് എന്നും നിങ്ങൾ ചെയ്യുന്നതാണ്. 15 മിനിറ്റ് ഫ്രീ വാക്ക്, മാക്സിമം എഫേർട്ട് എടുത്തിട്ട് വീടിന് ചുറ്റും അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെയാണോ സ്പേസ് കിട്ടുന്നത് ടൈമർ വെച്ച് കറക്റ്റ് 15 മിനിറ്റ് മാക്സിമം എഫേർട്ടിൽ വാക്ക് ചെയ്യുക. ഇതാണ് നമ്മുടെ സെക്കൻഡ് ഡേയിലെ ഹോം വർക്കൗട്ട് സീരീസിലെ വർക്കൗട്ട്. അപ്പോൾ എല്ലാവരും ഇത് ചെയ്യുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ഇൻസ്റ്റഗ്രാം വഴി DM ചെയ്യാം, ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതാണ്. കൂടാതെ ആർക്കെങ്കിലും ഇപ്പം ഞാൻ തുടങ്ങിയിരിക്കുന്ന ഈ ഒരു ഫിറ്റ്നസ് കമ്മ്യൂണിറ്റി, അർമാൻഡോ മസിൽ ക്ലബ് എന്ന ഫിറ്റ്നസ് കമ്മ്യൂണിറ്റിയുടെ ഭാഗമാകാൻ താല്പര്യമുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ ഒന്ന് മെസ്സേജ് ചെയ്ത് അവിടെ ഞാൻ നിങ്ങൾക്ക് വേണ്ട ഡയറ്റുകളും മറ്റു വർക്കൗട്ട് പ്ലാനുകളും നിങ്ങളുടെ സംശയങ്ങളും എല്ലാം സോൾവ് ചെയ്യുന്നതാണ്. അപ്പം അതിന് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ ഒന്ന് DM ചെയ്താൽ മതി.